അടുത്ത ഹെഡിങ് എഴുതിക്കോ, കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഹെഡിങ് എഴുതാം, കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ, കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എത്ര ഡോണർ ആറ്റം ഉണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് എന്നുള്ളതാണ് കോർഡിനേഷൻ നമ്പർ സൂചിപ്പിക്കുന്നത്. നമ്പർ ഓഫ് ligand donor atom, ligand donor atom, donor atom, ligand donor atom to which the central metal atom is directly attached. Number of ligand donor atom to which the central metal atom is directly attached. Directly attach ചെയ്യുന്ന എത്ര ligand donor atom ഉണ്ട്, അതാണ് കോർഡിനേഷൻ നമ്പർ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമുക്ക്. എക്സാമ്പിൾ, CONH3 6 times Cl3. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ കോർഡിനേഷൻ ഇത് NH3 എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്, ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അതിനർത്ഥം ഒരു NH3 മോളിക്യൂളിന് അറ്റ് എ ടൈം ഒരു ബോണ്ടാണ് സെൻട്രൽ മെറ്റൽ കൊബാൾട്ടുമായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ 6 മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും? 6 ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അപ്പൊ 6 ആയിരിക്കും അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. FeC2O4 3 ത്രൈസ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് 3 - ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നല്ല, കോർഡിനേഷൻ കോംപ്ലക്സ് എന്നാണ് ഇതിനെ പറയാ കേട്ടോ. കാരണം ഇപ്പുറത്ത് അയോൺ ഇല്ല, ഏതാ കൗണ്ടർ അയോൺ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അതിനെ കോംപ്ലക്സ് എന്നാ പറയാ. അപ്പൊ അതിന്റെ നമുക്ക് കോർഡിനേഷൻ നമ്പർ പറയാൻ ജസ്റ്റ് കോർഡിനേഷൻ സ്പിയർ മാത്രം മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ C2O4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ച ഓക്സലേറ്റ് അയോൺ ആണ്. ആ ഓക്സലേറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്നാ പറഞ്ഞത്. അതിനർത്ഥം ഒരു ഓക്സലേറ്റ് അയോണിന് 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ മൊത്തം 3 എത്ര ഓക്സലേറ്റ് അയോൺ ഉണ്ട്? മൊത്തം 3 ഓക്സലേറ്റ് അയോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 × 2 എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം 6 ബൈൻഡിങ് സൈറ്റ്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ നമ്പറും 6 ആയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കോർഡിനേഷൻ നമ്പറിനെ പറ്റിയാണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിഗാൻഡ് എത്ര ബൈൻഡിങ് സൈറ്റ് ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ്. അതായത് എത്ര ഡോണർ ആറ്റം, ലിഗാൻഡ് ഡോണർ ആറ്റം സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഡയറക്ട്ലി ബോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ CONH3 6 times Cl3ക്കകത്ത് അമോണിയ ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. നൈട്രജൻ ത്രൂ മാത്രമേ കൊബാൾട്ടുമായിട്ട് ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അങ്ങനെ 6 അമോണിയ മോളിക്യൂൾ ഉള്ള 6 ബോണ്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 6 ആയിരിക്കും. ആണല്ലോ. അതേപോലെ തന്നെ FeC2O4 ത്രൈസിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ C2O4 എന്ന് പറയുമ്പോൾ ഓക്സലേറ്റ് അയോൺ ആണ്. ഓക്സലേറ്റ് അയോൺ ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അറ്റ് എ ടൈം 2 ബൈൻഡിങ് സൈറ്റ് കാണും. മൊത്തം ഇവിടെ 3 ഓക്സലേറ്റ് അയോൺ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓക്സലേറ്റ് അയോണിന് 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ടെങ്കിൽ 3 എണ്ണത്തിന് 6 ബൈൻഡിങ് സൈറ്റ്. അപ്പൊ 6 ബൈൻഡിങ് സൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെച്ചോണം. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ വേറൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTEN ട്വൈസ്. ഇത് എഥിലീൻ ഡയമീന. അപ്പൊ നമുക്കറിയാം എഥിലീൻ ഡയമീൻ ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലേ. അതിനർത്ഥം ഒരു എഥിലീൻ ഡയമീനിന് 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റം. മൊത്തം ഇവിടെ 2 എഥിലീൻ ഡയമീൻ ഉണ്ട്. 2 × 4. അപ്പൊ ഇവിടെ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കയറിയത് ഇത്രമേ പഠിപ്പിച്ചുള്ളൂ. ഇത്രയും എത്ര വിടണം എന്നുള്ളത് വിട്ടിട്ട് ബാക്കി എഴുതിക്കോളൂ. അടുത്തത് ഹൗ ടു ഫൈൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
state of central metal atom. അതിനകത്ത് K4 FeCN6 ഇങ്ങനെ തന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇതിനകത്ത് ലിഗാൻഡ് ഏതാ, സെൻട്രൽ ആറ്റം ഏതാന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്നലെ പഠിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു. ഇത് കൗണ്ടർ അയോൺ ആണ്, ഇത് കംപ്ലീറ്റ് കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയും, ഇത് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയും, ഇത് ലിഗാൻഡ് എന്ന് പറയും. ശരിയല്ലേ? ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? ഇതിനെ അയോൺസ് ആയിട്ട് ആദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഏതിനെയാ? നമ്മൾ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇതിനെ കാറ്റോണിക് പാർട്ടായിട്ടും ഇതിനെ ആനിയോണിക് പാർട്ടായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് അയോണിക് ഫോമിൽ എഴുതുമ്പോൾ എന്തായിരിക്കും? ഇത് K1+ ആയിരിക്കും. ഈ 4 എന്ത് ചെയ്യും? ഇവന്റെ മണ്ടയ്ക്ക് പോകും. ശരിയല്ലേ? അവന്റെ മണ്ടയ്ക്കുള്ളതിനെ താഴെ കൊണ്ടുവരുമ്പോഴാണ് K4 എന്ന് വരുന്നത്. അപ്പൊ ഇത് FeCN6 ടൈംസ് എത്രയാ? 4- എന്നായിരിക്കും വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനിയും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം എന്താ പറയുക, പിന്നീട് ഇനി ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ നിങ്ങൾക്ക് അറിയത്തില്ല, എക്സ് എന്ന് കൊടുത്തു. CN-ൻ്റെത് CN1- അങ്ങനെ 6 ഉണ്ട്. 6 × -1 ഈസിക്കൽ ടു ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് ഏതാണോ അത് അങ്ങോട്ട് കൊടുക്കുക, -4. ഇനി x-6 ഈസിക്കൽ ടു -4 എന്നും അവിടെ നിന്ന് ഈ 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x ഈസിക്കൽ ടു -4 + 6 എന്നും x ഈസിക്കൽ ടു 6 - 4 എന്ന് പറയുമ്പോൾ 2, അതായത് +2 ആയിരിക്കും അവിടുത്തെ +2 ആയിരിക്കും അവിടുത്തെ Fe-യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ. എപ്പോഴും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കോർഡിനേഷൻ സ്ഫിയറിന്റെ മുകളിലുള്ള ചാർജ് എത്ര എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഈക്വൽ ടു ആ ചാർജ് ആണ് കൊടുക്കേണ്ടത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ റോമൻ ന്യൂമറൽസിൽ എഴുതണം. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇനി അടുത്തത് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. അത് ഒരെണ്ണം എഴുതാം, ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് അണ്ടർലൈൻ ചെയ്തു. എന്നിട്ട് എഴുതേണ്ടത് കോംപ്ലക്സ് കണ്ടെയ്നിങ് അല്ലെ കോർഡിനേഷൻ കോംപ്ലക്സ് കണ്ടെയ്നിങ്, അങ്ങനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എഴുതാൻ നോക്കുകയാണെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സ് കണ്ടെയ്നിങ് കോംപ്ലക്സ് containing a single type of ligand മതി, അങ്ങനെ മതി. കോർഡിനേഷൻ കോംപ്ലക്സ് കണ്ടെയ്നിങ് എ സിംഗിൾ ടൈപ്പ് ഓഫ് ലിഗാൻഡ്. ലിഗാൻഡ് ഒറ്റ ടൈപ്പ് ആണെങ്കിൽ അതിനെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്നായിരിക്കും പറയാം. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം, നോക്കിയോ. CONH3 6 ടൈംസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വെളിയിൽ ഒരു Cl3. നോക്കിയേ, ഇവിടെ ഈ NH3 മാത്രമാണ് ലിഗാൻഡ്. ഇവിടെ 1 ലിഗാൻഡേ ഉള്ളൂ. ഇത് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. നമ്മൾ ഇതിന് മുമ്പിൽ എഴുതിയതും ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. ഏതാ? ഇത് K4FeCN6, അതും ഹോമോലെപ്റ്റിക്സ് ആണ്. K4FeCN6 ടൈംസ് ഇതും ഹോമോലെപ്റ്റിക്, കാരണം ഇവിടെ CN എന്ന് പറയുന്ന ഒരു ലിഗാൻഡേ ഉള്ളൂ. അടുത്തത് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ്. ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ്. അവിടെ ഒരു ലിഗാൻഡ് അല്ല, കോർഡിനേഷൻ സ്ഫിയറിനകത്ത് ഒത്തിരി ലിഗാൻഡുകൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, കോംപ്ലക്സ് കണ്ടെയ്നിങ്
containing more than one type of ligand, more than one type of ligand, complex containing more than one type of ligand. Example നമുക്ക് നോക്കാം. CONH3 4 times Cl2 ഇത്രയും സ്ക്വയർ ബ്രാക്കറ്റിൽ വെളിയിൽ ഒരു Cl. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വേണ്ട ഇതും ഒരു ലിഗാൻഡ് ആണ്, അതേപോലെ തന്നെ ഇതും ഒരു ലിഗാൻഡ് ആണ്. ഇനി അടുത്ത നമുക്ക് നോമൻക്ലേച്ചറിലോട്ടാണ് കയറാനുള്ളത്. നമ്മൾ മറ്റേ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്ത സമയത്ത് നമ്മൾ IUPAC നോമൻക്ലേച്ചറിന്റെ എന്താണ് IUPAC അതിന്റെ നിയമം അല്ലേ, അത് IUPAC നോമൻക്ലേച്ചർ അതിന്റെ റൂൾസ് ഒക്കെ നമ്മൾ എന്താ കൃത്യമായിട്ട് IUPAC എന്ന് പറഞ്ഞ ഒരു കൗൺസിലാണ് കേട്ടോ, അതായത് ഈ കെമിസ്ട്രിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു കൗൺസിലാണ്. അപ്പൊ അവരുടെ നെയിമിംഗ് രീതിയാണ് അതിനകത്ത് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ അവരൊരു എന്താണ് നെയിമിംഗ് രീതി കൊണ്ടുവന്നിട്ടുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെ കുറച്ച് നിയമാവലികളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പാലിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ നെയിം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നെയിമിംഗ് ഉറപ്പാണ് 3 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും. 3 മാർക്കിന്റെ ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിന് നെയിമിങ്ങിന്. അപ്പൊ നെയിമിംഗ് നന്നായിട്ട് പഠിക്കുക. ഞാൻ എൻ്റെ ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ആ 30 ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് അയച്ചു തരും. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 മാർക്ക് പോക്കറ്റ് വീഴും, ഇപ്പൊ തന്നെ കിട്ടും. അപ്പൊ അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇത് എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പം ഹെഡിങ് എഴുതുക, നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. Nomenclature of coordination compound. റൂൾസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, റൂൾസ് ഒന്നും പഠിക്കണ്ട, കാണാപ്പാടം പഠിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ റൂൾസ് എഴുതുകയാണ്. അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് നെയിംസ് ഉണ്ട്. അതായത് ഇപ്പം ആ റൂൾ ഒരു കാര്യം ഞാൻ റൂളിന്റെ ഫസ്റ്റ് റൂൾ അങ്ങ് എഴുതാം. നമ്മൾ യൂഷ്വലി ഇപ്പം MgCl2 എങ്ങനെയായിരിക്കും നെയിം ചെയ്തത്, മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന്. അതായത് കാറ്റിയോണിനെ ആദ്യം നെയിം ചെയ്തിട്ട് ആനിയോണിനെ നെയിം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ക്ലോറൈഡ് മഗ്നീഷ്യം എന്നല്ലല്ലോ നമ്മൾ നെയിം ചെയ്യുക. അപ്പൊ തന്നിരിക്കുന്ന നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് തരുമ്പോഴും ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നെയിം ചെയ്യുക. അതായത് കാറ്റിയോൺ ആയിട്ട് ആരാണോ അത് വരുന്നത് അതിനെ നെയിം ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, ചില സമയത്ത് കോർഡിനേഷൻ സ്പിയർ അതായത് ആ സ്ക്വയർ ബ്രാക്കറ്റ് കിടക്കുന്നത് ആനിയോണിക് പാർട്ടായിട്ട് വരും, ചില സമയത്ത് അത് കാറ്റിയോണിക് പാർട്ടായിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ടും വന്നു കഴിഞ്ഞാൽ നെയിം ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ നിയമം നോക്കി എഴുതിക്കോളൂ. ഫസ്റ്റ് വി നെയിം കാറ്റിയോൺ ആൻഡ് ദെൻ ആനിയോൺ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കാറ്റിയോണെ ആനിയോണെ നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ നമ്മൾ നെയിം ചെയ്യാൻ തുടങ്ങിയെങ്കിൽ കോർഡിനേഷൻ സ്പിയർ ഉണ്ടെങ്കിൽ ആ കോർഡിനേഷൻ സ്പിയറിനകത്ത് ആദ്യം നെയിം ചെയ്യേണ്ടത് ലിഗാൻഡിനെ ആയിരിക്കും. ആ ലിഗാൻഡിന്റെ നമ്പർ ഉൾപ്പെടെ വേണം നമ്മൾ അത് കൊടുക്കാനായിട്ട്. അപ്പം അടുത്ത നിയമം എന്ന് പറയുന്നത് ഇൻസൈഡ് ദ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് കോർഡിനേഷൻ സ്പിയർ ligands are named first. Ligands are named ligands are named first. ഇനിയും അടുത്തത് ഒന്നിൽ കൂടുതൽ ലിഗാൻഡ് ഉണ്ടെങ്കിൽ, അതായത് if there are more than one ligand, more than one ligands they are named in their alphabetic order.
ആൽഫബറ്റിക് ഓർഡർ. അതായത് ഇത് ഒന്നിൽ കൂടുതൽ ലിഗാൻഡ് ഉണ്ടെങ്കിൽ ആ ലിഗാൻഡിനെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നെയിം ചെയ്യുന്നുണ്ടാവുക. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയാം, സൈനൈഡും വന്നു, അതേപോലെ തന്നെ അമോണിയം വന്നു. അപ്പം അമോണിയ എ ആണ് തുടങ്ങുന്നത്, സൈനൈഡ് സി ആണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമോണിയക്കായിരിക്കും പ്രിഫറൻസ്. അമോണിയ ആൽഫബറ്റ് അനുസരിച്ച് ആദ്യം നെയിം ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താ, ഇനി ഒന്നിൽ കൂടുതൽ ഒരു ലിഗാൻഡ് തന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിഫിക്സ് ചേർക്കും. എന്താണ്? മോണോ, ഡൈ, ട്രൈ, ടെട്ര, അത് അങ്ങനെ ചേർക്കും. അതായത് ദ നമ്പർ ഓഫ് ഈച്ച് ലിഗാൻഡ് number of each ligand is represented as prefix like mono, di, tri, tetra, etc. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിഗാൻഡ് രണ്ട് ടൈപ്പ് ഉണ്ടാവും. അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ഉണ്ടാവും, ന്യൂട്രൽ ലിഗാൻഡും ഉണ്ടാവും. നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡിനെ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് അവരുടെ പേരിന് അവസാനം O എന്ന് ചേർക്കും, ചില കേസിൽ IDO എന്ന് ചേർക്കും, ചില കേസിൽ ITO എന്ന് ചേർക്കും. ഓക്കെ ആണല്ലോ. അതായത് O എന്ന് ജനറലി ചേർക്കും, അല്ലെങ്കിൽ IDO എന്ന് ചേർക്കും ചിലരുടെ കേസിൽ, അല്ലെങ്കിൽ ITO എന്നും ചേർക്കാറുണ്ട്. ഏത് കേസിലാ? നെഗറ്റീവ് ലിഗാൻഡ് ആണ് എങ്കിൽ എന്നുള്ളത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഒന്ന് നിയമവാലിക്കകത്ത് എഴുതാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് are named in such a way that their names ends with O. ഒരു കേസ്. ഇനി ഹാലജൻ ആണെങ്കിൽ, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഹാലജൻ ആണെങ്കിൽ, അതായത് the name of comma ഇട്ടിട്ട് name of halogen ends with IDO. ഇപ്പം ക്ലോറിൻ ആണെങ്കിൽ വന്നെങ്കിൽ ക്ലോറിഡോ എന്ന് പറയും, അല്ലെങ്കിൽ ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിഡോ, ഐഡിൻ ആണെങ്കിൽ ഐഡിഡോ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ഇനിയും ചില കേസിൽ in some case ITO is also used. ഇനിയും നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡിന്റെ നെയിമിംഗ് ഞാൻ പറഞ്ഞു തന്നു. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ന്യൂട്രൽ ലിഗാൻഡ്, നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടല്ലോ ലിഗാൻഡ് ആയിട്ട്, NH3, H2O, എഥിലീൻ ഡയമീൻ, ഇവരെല്ലാം ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇവരെ നെയിം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ന്യൂട്രൽ ലിഗാൻഡ് ആർ named as such. അമോണിയക്ക് അമ്മൈൻ എന്ന് പറയും. എന്ന് പറയും. അടുത്തത് വാട്ടറിന് അക്വ എന്ന് പറയും. അതേപോലെ തന്നെ CO എന്ന് പറയുമ്പോൾ കൊബാൾട്ട് അല്ല കേട്ടോ, ഈ രണ്ടും ക്യാപിറ്റൽ ആണ്. അതിനെ കാർബണൈൽ എന്ന് പറയും. കാർബോണൈൽ എന്ന് പറയും. അടുത്തത് NO രണ്ടും ക്യാപിറ്റൽ ആണ്. നൈട്രോസിൽ എന്ന് പറയും. അടുത്തത് PH എന്ന് പറയുമ്പോൾ ഫീനൈൽ അല്ലേ, PH എന്ന് പറയുമ്പോൾ PH എന്ന് പറഞ്ഞാൽ ഫീനൈൽ എന്ന് പറയും. അതേപോലെ തന്നെ EN എഥിലീൻ ഡയമീൻ എന്ന് പറയും. എഥിലീൻ അല്ലേ, എഥിലീൻ ഡയമീൻ. ഓക്കെ ആണല്ലോ. ന്യൂട്രൽ ലിഗാൻഡിനെ ഇങ്ങനെയായിരിക്കും നെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇനി അതിനകത്ത് ഇപ്പം ഓൾറെഡി എഥിലീൻ ഡയമീനകത്ത് ഡൈ ഓൾറെഡി ഉണ്ടല്ലോ.
അപ്പൊ നമ്മള് രണ്ട് എഥിലീൻ ഡൈയമീൻ വന്നു കഴിഞ്ഞാൽ ഡൈ എഥിലീൻ ഡൈയമീൻ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. രണ്ട്, അതായത് ഡൈയും ട്രൈയും ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ നെയിം ചെയ്യുമെന്ന് അറിയാമോ? ഇപ്പം ഡൈ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ബിസ് എന്ന് ചേർക്കും. ബിസ് എഥിലീൻ ഡൈയമീൻ ചേർക്കും. ഓക്കെ. ഇനിയും ട്രൈ ഓൾറെഡി ആ നെയിമിനകത്തുണ്ട്, അത് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ട്രിസ്, ആ പേര് ട്രൈ, അങ്ങനെ പറയും. ഇനിയും എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇതിനകത്ത് 4 ഉണ്ട്, അതായത് 4, അതായത് ടെട്ര ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഓൾറെഡി ടെട്ര ഉണ്ട്, പക്ഷെ അത് 4 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ടെട്രാക്കീസ് എന്ന് പറയും. അതേപോലെ തന്നെ 5 എണ്ണം ഉണ്ടെങ്കിൽ പെന്റാക്കീസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓൾറെഡി ഡൈയും ട്രൈയും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഡൈ അല്ലെങ്കിൽ ട്രൈ അങ്ങനെ ചേർക്കത്തില്ല. അതിന് ബിസ് എന്നും എന്താണ് ട്രിസ് എന്നും ടെട്രാക്കിസ് എന്നും പെന്റാക്കിസ് എന്നും ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അതും ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. നോക്കിക്കോളൂ. if the name of ligand already has certain numbers like di, tri, etc. Then we use bis, tris, tetrakis, etc. as prefix. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. ചില കോമ്പൗണ്ടിനകത്ത് കോർഡിനേഷൻ സ്പിയർ കാറ്റോണിക് പാർട്ടായിട്ട് വരും, ചില ഇതിനകത്ത് ആനിയോണിക് പാർട്ടായിട്ട് വരും. ഇത് രണ്ടും വന്നാലും നെയിം ചെയ്യേണ്ട രീതി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. ആഫ്റ്റർ ലിഗാൻഡിനെ നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞ് ആഫ്റ്റർ ലിഗാൻഡ് നമ്മൾ അടുത്ത നെയിം ചെയ്യുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. വി നെയിം സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റം. if the coordination sphere ഓർത്തോണേ, അത് വേണമെങ്കിൽ അതിന്റെ താഴോട്ട് എഴുതിക്കോ. സെൻട്രൽ മെറ്റൽ ആറ്റം നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ നെയിം ചെയ്യും, ഏതാ ലിഗാൻഡിനെ നെയിം ചെയ്ത് കഴിഞ്ഞു. രണ്ട് കണ്ടീഷൻ ആണ്. if the coordination sphere is cation, അതായത് കോർഡിനേഷൻ സ്പിയർ കാറ്റിയോണിക് പാർട്ട് ആണെങ്കിൽ then the metal is named as such. അത് അതേപോലെ തന്നെ ആയിരിക്കും നെയിം ചെയ്യുന്നത്. the central metal is named as such. ഇനി if the coordination sphere is anion, then the central metal atom is named in Latin name ending with at, അതായത് കോർഡിനേഷൻ സ്പിയർ എന്താ, കോർഡിനേഷൻ സ്പിയർ കാറ്റിയോൺ ആണെങ്കിൽ ഇപ്പം സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അതേപോലെ തന്നെ നെയിം ചെയ്യും. കോർഡിനേഷൻ സ്പിയർ ആനിയോൺ ആണെങ്കിൽ അതിന്റെ ലാറ്റിൻ നെയിമിലായിരിക്കും നെയിം ചെയ്യുക. വിത്ത് എന്താണ് ATE ആയിരിക്കും അവസാനം വരിക. അതായത് ഉദാഹരണം പറയാം. ഇപ്പൊ കോർഡിനേഷൻ സ്പിയർ സെൻട്രൽ മെറ്റൽ ആറ്റം അയൺ ആണ്, Fe ആണ്. അപ്പം നമ്മൾ അതിനെ അത് കോർഡിനേഷൻ സ്പിയർ കാറ്റോണിക് പാർട്ടിലാണ് കിടക്കുന്നതെങ്കിൽ അവനെ നമ്മൾ അയൺ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നെയിം ചെയ്യും. ഇനി അത് നേരെ അപ്പുറത്താണ്, അയൺ കാറ്റോണിക് പാർട്ടിലെ കോർഡിനേഷൻ സ്പിയർ കാറ്റോണിക് പാർട്ടായിട്ട് വന്നു, അതിനകത്ത് അയൺ ആണ് സെൻട്രൽ മെറ്റൽ ആണെങ്കിൽ അതിനെ നമ്മൾ അതിന്റെ ലാറ്റിൻ നെയിം ഫെറസ് ആണ്. അപ്പൊ AT ചേർത്ത് എഴുതും, ഫെറൈറ്റ് എന്നായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവും. അതും ഒന്ന് ആലോചിച്ച് വെച്ചേക്കും.
അതേപോലെ തന്നെ ഒരു നിയമം കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്, അതും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് കുറെ നെയിമിങ് ചെയ്യാം. ആഫ്റ്റർ ദ നെയിം ഓഫ് സെൻട്രൽ ആറ്റം oxidation number of oxidation state number എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. Oxidation state is represented in Roman numeral within parenthesis. Roman numeral within parenthesis. അതായത് വിതിൻ ബ്രാക്കറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മറ്റേ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുന്ന പോലെ 1 2 3 4 5 6 ഇങ്ങനെയൊക്കെ ഇത് ബ്രാക്കറ്റിൽ എഴുതും. ഇങ്ങനെയായിരിക്കും അവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. ഓക്കെ ആണല്ലോ. ഈ ഒരു രീതിയിലായിരിക്കും ഈ നിയമം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് വരുന്നതെന്നുള്ള കാര്യങ്ങളും, അതായത് AT IT ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതുന്നതെന്നും ഏതിനൊക്കെയാണ് അങ്ങനെ വരുന്നതെന്നും എന്ത് ചെയ്യാം, ഒന്ന് എഴുതി എടുത്തിട്ട് നെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം എഴുതിക്കോളൂ. ഇപ്പം CO3 2- ലിഗാൻഡ് ആയിട്ട് വരുവാന്ന് വിചാരിച്ചു. അപ്പം നെഗറ്റീവ് അയോൺ ആണ്. അപ്പൊ അവനെ നമ്മൾ എങ്ങനെ O ചേർത്തായിരിക്കും എഴുതുന്നത്. അപ്പൊ കാർബണേറ്റ് ആണിത്, കാർബണേറ്റോ എന്ന് നെയിം ചെയ്യും. അതേപോലെ തന്നെ SO4 2- നമുക്ക് സൾഫേറ്റോ എന്ന് നെയിം ചെയ്യും. അതേപോലെ തന്നെ C2O4 കഴിഞ്ഞ ദിവസം ഓഫ്ലൈൻ വന്നവരോട് ഞാൻ എനിക്കൊന്ന് CR2O4 എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു, അതൊന്ന് തിരുത്താണേ. C2O4 2- ആണേ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓക്സലേറ്റ് ആണ്, അപ്പം നെഗറ്റീവ് ആണ്. ഓക്സലേറ്റോ എന്ന് നെയിം ചെയ്യും. ഓക്സലേറ്റോ എന്ന് നെയിം ചെയ്യും. അതേപോലെ തന്നെ NO2- നമ്മൾ നൈട്രിറ്റോ എന്ന് പറയും. നമ്മൾ പറഞ്ഞില്ല ചില കേസിൽ ITO വരുമെന്ന്, നൈട്രിറ്റോ എന്ന് വരും. അതേപോലെ തന്നെ S2- സൾഫിഡോ എന്ന് വരും, സൾഫിഡോ. അടുത്തത് എന്താണ്, NO3 1- അത് നൈട്രേറ്റോ വരും, അത് നൈട്രേറ്റോ. മറ്റേത് ITO, ഇത് ATO, നൈട്രേറ്റോ. അടുത്തത് OH- ആണെങ്കിൽ ഹൈഡ്രോക്സിഡോ. പൈരിഡീൻ തന്നെ ആയിരിക്കും വരിക, തൽക്കാലം എഴുതുന്നില്ല. ഇനി അതേപോലെ തന്നെ മറ്റേ ലാറ്റിൻ നെയിമിൽ പറയില്ലേ, അത് നമുക്ക് എന്താ, നമുക്ക് ഒരു സെക്കൻഡ്. ഓക്കെ, ലാറ്റിൻ നെയിമിൽ പറയുന്നത് നമ്മൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. അത് ഓൾറെഡി നമുക്ക് ഇനി ചെയ്യുമ്പോൾ പറഞ്ഞാൽ പോരെ. അതായത് അയൺ ആണെങ്കിൽ ഫെറൈറ്റ് എന്ന് പറയും, പ്ലാറ്റിനത്തിനാണെങ്കിൽ പ്ലാറ്റിനേറ്റ് എന്ന് പറയും, സിൽവറിനാണെങ്കിൽ അർജന്റേറ്റ് എന്ന് പറയും, സിങ്കിന് സിങ്കേറ്റ് എന്ന് തന്നെ പറയാ, HG അതിന് മെർക്കുറേറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ PB ലെഡിന് പ്ലംബേറ്റ് എന്ന് പറയും, ഗോൾഡിന് ഓറേറ്റ് എന്ന് പറയും, ടിന്നിന് സ്റ്റാനേറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ കൊബാൾട്ടിന് കൊബാൾട്ടേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്, ക്രോമിയത്തിന് ക്രോമേറ്റ് എന്ന് പറയും, അലൂമിനത്തിന് അലൂമിനേറ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അത് ഞാൻ എഴുതുന്നില്ല, നമുക്കിനി നെയിമിങ്ങിലേക്ക് കടക്കാം. ഓക്കെ ആണല്ലോ. ആദ്യമായിട്ട് നെയിം ചെയ്യാൻ പോകുന്നത് ഇതാണ്, K4FeCN6. ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പം ഇതിനകത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് ആനിയോൺ, ഏതാണ് കാറ്റയോൺ. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം എഴുതുന്ന എപ്പോഴും കാറ്റയോൺ ആയിരിക്കും. അപ്പൊ ഇത് കാറ്റയോണിക് പാർട്ട് ആണ് അല്ലേ, കാറ്റയോണിക് പാർട്ട് ആണ്. ഇത് മൊത്തത്തിൽ ആനയോണിക് പാർട്ട് ആണ്, അങ്ങനെയാണെങ്കിൽ കാറ്റയോണിക് പാർട്ടിൽ ആദ്യം കിടക്കുന്നത് പൊട്ടാസ്യം. അപ്പൊ കാറ്റയോണെ ആദ്യം നെയിം ചെയ്യണം. അപ്പൊ അവൻ പൊട്ടാസ്യം ആണ്. 4 എണ്ണം എന്ന് പറഞ്ഞ് ടെട്രാ പൊട്ടാസ്യം എന്ന് പറഞ്ഞൊന്നും എഴുതല്ലേ. കൗണ്ടർ അയോണിന് നമ്മൾ നമ്പർ എന്താ അതിനകത്ത് ഉൾപ്പെടുത്തത്തില്ല. അപ്പൊ ഇത് പൊട്ടാസ്യം. ഇനിയും കോർഡിനേഷൻ സ്പിയറിൽ നമ്മൾ ആദ്യം നെയിം ചെയ്യേണ്ടത് അടുത്തത് ആനിയോണെയാണ്. ആനിയോൺ കോർഡിനേഷൻ സ്പിയർ ആണ്. കോർഡിനേഷൻ സ്പിയറിൽ ആദ്യം നെയിം ചെയ്യേണ്ടത് ലിഗാൻഡിനെയാണ്. ലിഗാൻഡ് അവിടെ സൈനൈഡ് ആണ്. സൈനൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺ ആണ്. അപ്പൊ നമ്മൾ
ഒന്നെങ്കിൽ രണ്ട് രീതിയിൽ അതിനെ നെയിം ചെയ്യാം. ഒന്നെങ്കിൽ സയനോ എന്ന് പറയാം. ചില സ്കൂളിൽ സയനോ എന്നായിരിക്കും പഠിപ്പിക്കുന്നത്, ചില സ്കൂളിൽ സയനിഡോ എന്നായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം പൊട്ടാസ്യം, ഇനിയും നോക്കി എത്ര എണ്ണം ഉണ്ട്? 6 സയനൈഡ് ഉണ്ട് അല്ലേ? അപ്പം ഹെക്സ, സയനിഡോ. ഇനി എന്താ നമുക്കറിയാം, നമ്മൾ നിയമം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് കോർഡിനേഷൻ സ്പിയർ ആനിയോണിക് പാർട്ടിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അവനെ എന്തായിട്ട് എഴുതണം? അവന്റെ ലാറ്റിൻ നെയിമിൽ ATE ചേർത്ത് എഴുതണം ആണല്ലോ. ഇതിപ്പോ ആനിയോണിക് പാർട്ട് ആണല്ലോ കോർഡിനേഷൻ സ്പിയർ. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ലാറ്റിൻ നെയിം അയൺ ആണ്, അതിന്റെ ലാറ്റിൻ നെയിം ഫെറൈറ്റ്. ഇനി അടുത്ത് എഴുതേണ്ടത് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ അയോൺസ് ആയിട്ട് മാറ്റണം. അപ്പൊ ഇത് K+ഉം അതേപോലെ തന്നെ FeCN 6 ടൈംസ് എന്താണ് ഈ 4 മണ്ടയ്ക്ക് വരുമ്പോൾ 4 - 1 ആണ് അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ നമുക്ക് x + 6 × -1 = -4 എന്നും, അവിടെ നിന്ന് ടോട്ടൽ ചാർജ് -4 ആയതുകൊണ്ടാണ് -4 ഇട്ടത്. x - 6 -4 എന്നും x -4 + 6 എന്നും x 2 എന്നും വരും, അതായത് +2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫെറൈറ്റ് കഴിഞ്ഞിട്ട് +2 ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ പൊട്ടാസ്യം ഹെക്സാസൈനിഡോ ഫെറൈറ്റ് 2 എന്നായിരിക്കും ഇവന്റെ നെയിം എന്ന് പറയുന്നത്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. CONH3 4 times Cl2 സ്ക്വയർ ബ്രാക്കറ്റ് Cl. ഇതാണ് അടുത്ത കോമ്പൗണ്ട്. അപ്പൊ അടുത്ത കോമ്പൗണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നത് കോർഡിനേഷൻ സ്പിയർ എന്ന് പറഞ്ഞത് ഒരു ആനിയോണിക് പാർട്ടാണ്, ഒരു കാറ്റിയോണിക് പാർട്ടാണ്. ഇവിടുത്തെ കാറ്റിയോണിക് പാർട്ട് കോർഡിനേഷൻ സ്പിയർ ആണ്. കാറ്റിയോണിക്. ഇതാണ് നമ്മുടെ ആനിയോൺ. ഓക്കെ. അപ്പൊ കാറ്റിയോണാണ് ആദ്യം നെയിം ചെയ്യേണ്ടത്. കാറ്റിയോൺ ഇവിടെ കോർഡിനേഷൻ സ്പിയർ ആയതുകൊണ്ട് തന്നെ കോർഡിനേഷൻ സ്പിയറിനകത്ത് ആദ്യം നെയിം ചെയ്യേണ്ടത് ആരെയാണ്? ലിഗാൻഡിനെയാണ്. ലിഗാൻഡ് ഇവിടെ 2 എണ്ണം ഉണ്ട്. 2 എണ്ണത്തിൽ ആദ്യം നെയിം ചെയ്യേണ്ടത് ആൽഫബറ്റിക് ഓർഡറിലായതുകൊണ്ട് അമോണിയയും ക്ലോറിനും ആണ്. അപ്പൊ A ആണ് മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അമോണിയ ആയിരിക്കും നെയിം ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ചില ലിഗാൻഡ്, അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഞാൻ +2 പഠിച്ച സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു ട്യൂഷൻ പഠിപ്പിച്ച സാറ് പറഞ്ഞ എക്സാമ്പിൾ ആണ്. അതായത് അമോണിയ എന്ന് പറയുന്ന ആള് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കയറുമ്പോഴാണ് എന്താണ് അവന്റെ പേര് അമ്മൈൻ എന്നാവുന്നത്. അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പം അന്ന് പറഞ്ഞൊരു പേരാണ് കണ്ണൻ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു വ്യക്തി അമേരിക്കയിൽ പോയിട്ട് അവൻ ഒത്തിരി നാളൊക്കെ നിന്നിട്ട് അവൻ വലിയ അടിപൊളിയൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയിട്ട് തിരിച്ച് നാട്ടിലോട്ട് വന്നു. അപ്പം എടാ കണ്ണ എന്നവനെ വിളിച്ചു കഴിഞ്ഞാൽ അവനത് കുറച്ചിൽ പോലായി. അവൻ പറഞ്ഞു അവന്റെ പേരെന്താ, അവനെ കണ്ണാന്ന് വിളിക്കല്ലേ, ഖന്നാൻ എന്ന് വിളിക്കണം എന്ന് പറയണം. മനസ്സിലായോ? അപ്പം എന്നെ പഠിപ്പിച്ച ആള് പറഞ്ഞാണ് കേട്ടോ. അതായത് അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം അവനെ കണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കണ്ണൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, ഖനാൻ എന്ന് വേണമെങ്കിൽ വിളിക്കണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു എന്നാണ് അന്ന് പഠിപ്പിച്ച സാർ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ അത് തന്നെ ഞാൻ എല്ലാ വർഷവും ഈ പറഞ്ഞ പിള്ളേരോട് ഈ സെയിം എക്സാമ്പിൾ തന്നെ പറയുന്നത്. അതായത് ലിഗാൻഡ് ആയിട്ട്, അതായത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് അവന്റെ പേര് കണ്ണൻ, എന്നാൽ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവനെ കണ്ണൻ എന്ന് വിളിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല, അവനെ കനാൻ എന്ന് വിളിക്കണം. മനസ്സിലായി? അതേപോലെ തന്നെയാണ് ഇവിടുത്തെ അമോണിയയുടെ അവസ്ഥ. അമോണിയ നോർമലി പുറത്ത് നിൽക്കുന്ന സമയത്ത് അമോണിയ എന്ന് വിളിക്കാം അല്ലേ? എന്നാൽ അവൻ
എന്താണ് ബ്രാക്കറ്റിനകത്ത് കയറുന്ന സമയത്ത് അവനെ അമൈൻ എന്ന് വിളിക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പം അത് ഓർത്തോണം. അപ്പം അതിൽ അമൈൻ എന്നാണ് അവനെ വിളിക്കേണ്ടത്. എന്താ അമൈനിൽ നമുക്ക് 4 ഉള്ളതുകൊണ്ട് തന്നെ ടെട്രാ അമൈൻ എന്ന് വിളിക്കാം അല്ലേ. ടെട്രാ അമൈൻ. രണ്ട് ക്ലോറിനുണ്ട് ലിഗാൻ. ഡൈ ക്ലോറിൻ ലിഗാൻഡ് ആയിട്ട് വന്ന ക്ലോറിഡോ എന്നാ പറയുന്നത്. ഡൈ ക്ലോറിഡോ. ഞാൻ പറഞ്ഞു സെൻട്രൽ മെറ്റലാറ്റത്തിന് അടുത്ത സെൻട്രൽ മെറ്റലാറ്റമാണ് നെയിം ചെയ്യേണ്ടത്. സെൻട്രൽ മെറ്റലാറ്റം കാറ്റോണിക് പാർട്ടിലായതുകൊണ്ട് അവനെ നമ്മൾ കൊബാൾട്ട് എന്ന് തന്നെ ആയിരിക്കും എഴുതുന്നത്. കൊബാൾട്ട്. ഇനിയും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം, നോക്കിക്കോളൂ, ഇതിന് അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും സി ചെറിയാണ്, CONH3 4 times Cl2. ഇതാണ് കോർഡിനേഷൻ സ്ഫിയർ. ഇത് ഒരു ക്ലോറിൻ പുറത്ത്. അപ്പോൾ ഒരു ക്ലോറിൻ പുറത്താണെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലോറിന്റെ വാലൻസി 1- ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഇതിന്റെ വാലൻസി 1+ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ താഴെ ഒന്നും വരാഞ്ഞത്. ഓക്കെ, സാധാരണ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എന്താ Na1+ഉം Cl1- കൂടെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? NaCl എന്നാണ് ഉണ്ടാകുക. രണ്ടും ക്യാൻസൽ ആയി പോകും. 1. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും അവിടെ ഇപ്പം Mg2+ഉം O2- വന്നു കഴിഞ്ഞാൽ മോളി രണ്ടും 2+ഉം 2- അല്ലേ? അപ്പോഴും MgO എന്ന് തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഇവിടുത്തെ വാലൻസി 2+ഉം 2- ആയിക്കൂടെ എന്ന് എന്നോട് ചോദിക്കാം. നമുക്ക് അവിടെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ക്ലോറിന്റെ വാലൻസി എപ്പോഴും 1- ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്പേഴ്സ് ഒന്നും താഴെ വരാത്തതുകൊണ്ട് തന്നെ മറ്റവന്റെ വാലൻസി 1+ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കാം. കൊബാൾട്ടിന്റെ കണ്ടുപിടിക്കേണ്ടത് X പ്ലസ് അമോണിയ ഒരു ന്യൂട്രൽ മോളിക്കൂൾ ആണ്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. 4 ഉണ്ട്. 4 × 0 പ്ലസ് ക്ലോറിൻ ഒരു നെഗറ്റീവ്ലി ചാർജ് ആണ്. 2 ഉണ്ട്. 2 × -1 ഈസിക്കൽ ടു അവന്റെ കോർഡിനേഷൻ സ്ഫിയറിന്റെ മൊത്തം ചാർജ് +1 ആണ്. അങ്ങനെയാണെങ്കിൽ X + 0 - 2 +1. അവിടുന്ന് X +2 +1 +2 +1 +2 എന്ന് വരുന്നു. X +3 എന്ന് വരുന്നു. അപ്പൊ ഇവിടെ എന്താ? അപ്പൊ ഇവിടെ +3 ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വരിക. അപ്പൊ നമ്മൾ +3നെ റോമൻ ന്യൂമറലിൽ എഴുതിയിട്ട് ഇനി എന്താ, വെളിയിൽ കൗണ്ടർ അയോണോടെ കിടപ്പുണ്ട്. അവനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്തെന്ന് എഴുതും? ക്ലോറൈഡ് എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. ക്ലോറിൻ എന്ന് എഴുതല്ല അവിടെ, കാരണം അത് എന്താ, നമ്മളിപ്പോ മഗ്നീഷ്യം ക്ലോറിൻ എന്നല്ലല്ലോ എഴുതുന്നത്, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നല്ലേ എഴുതുന്നത്. അതേപോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ പുതിയ അടുത്തൊരു കോമ്പൗണ്ട് ആണ് CO. ഇത് CO എന്ന് പറയുമ്പോൾ കൊബാൾട്ട് CO ചെറുതാണ് കേട്ടോ, ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങ് വലുതായി പോകുന്ന. CONH3 4 times En സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു Cl3. അപ്പൊ ഇവനെ നെയിം ചെയ്യുന്ന സമയത്ത് നമ്മള് ഇപ്പൊ ഇത് കോർഡിനേഷൻ സ്ഫിയർ കാറ്റോണിക് പാർട്ടിലായിരുന്നു. അപ്പൊ കാറ്റോണിക് പാർട്ടിനെ ആദ്യം നെയിം ചെയ്യണം. കാറ്റോണിക് പാർട്ട് കോർഡിനേഷൻ സ്ഫിയർ ആയതുകൊണ്ട് അതിനകത്ത് ആദ്യം നെയിം ചെയ്യേണ്ടത് ലിഗാൻഡിനെയാണ്. ലിഗാൻഡ് 2 ഉള്ളത്, അതിനകത്ത് ആൽഫബറ്റിക് ഓർഡറിൽ നെയിം ചെയ്യണം. അപ്പൊ ലിഗാൻഡ് ഇവിടെ അമോണിയയും അതേപോലെ എഥിലീൻ ഡയമീനുമാണ്. എയും ഇയും ആണ്. അപ്പൊ എ ആദ്യം വരും. അപ്പൊ ടെട്രാ അമൈൻ. എഥിലീൻ ഡയമീൻ ഇവിടെ ഒന്നേ ഉള്ളൂ. ഓൾറെഡി ഡൈ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മോണോ എന്ന് വേണേ ചേർക്കാം. മോണോ എഥിലീൻ ഡൈഅമീനിന് ചേർക്കാം. അല്ലെങ്കിൽ സിംപ്ലി എന്താ, മോണോ ചേർക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്താ, ഡൈഅമീൻ എന്ന് വേണമെങ്കിലും എഥിലീൻ ഡൈഅമീൻ എന്ന് എഴുതിയാൽ. കാരണം ഈ എഥിലീൻ EN ട്വൈസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ബിസ് എഥിലീൻ ഡൈഅമീൻ എന്ന് മസ്റ്റ് ആയിട്ട് ചേർക്കണം ഉള്ളത്. ഒരെണ്ണം ആണെങ്കിൽ അതിനെ മോണോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അങ്ങ് എഴുതിയാൽ. പിന്നെ ഞാൻ അതിന്റെ സിസ്റ്റം അനുസരിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഇനി അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ കൊബാൾട്ടിൻ്റെത് X, ക്ലോറിൻ്റെത് അമോണിയയുടെ 4 × 0 പ്ലസ് എഥിലീൻ ഡൈഅമീനും എന്ത് തന്നെയാണ്? എഥിലീൻ ഡൈഅമീന്റെയും എന്താണ്, ന്യൂട്രൽ മോളിക്കൂൾ ആണ്, +0 ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ അതിന്റെ വാലൻസി എന്താ 0 ആണോ? അല്ല. നമുക്കറിയാം ഈ ക്ലോറിന്റെ ഇവിടെ 3 വന്നതിന് കാരണം എന്താ? ക്ലോറിന്റെ ഇവിടെ 3 വന്നെന്ന് പറഞ്ഞാൽ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് 3+ ആയതുകൊണ്ടാണ്. അതായത് CONH3 4 times En 3+ഉം
Cl1 കൂടെ ക്രോസ് ചെയ്തപ്പോഴാണ് ഈ കോമ്പൗണ്ട് ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ കംപ്ലീറ്റ്ലി ഇതിന്റെ ചാർജ് എന്താ +3 ആണ്. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു +3. അപ്പം കൊബാൾട്ടിന്റെ എല്ലയിൽ നിങ്ങൾ ഓർത്താൽ മതി കൊബാൾട്ടിൻ്റെത് +3 തന്നെ ആയിരിക്കും. അതിന് ചെയ്തൊന്നും നോക്കാൻ പോകണ്ട. അപ്പം അങ്ങനെ ഓരോന്നും ഞാൻ പഠിപ്പിച്ചു തരാം. കുറെ നീമിങ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കുറെ കാര്യം കാണാപ്പാടാവും. അപ്പൊ ഇങ്ങനൊന്നും ചെയ്ത് നോക്കണ്ട. അപ്പൊ ഇത് +3, ഇത് റോമൻ ന്യൂമറിൽ +3 കൊടുക്കുക. ഇനി എന്താ ഇനിയും അയ്യോ +3 കൊടുക്കുന്നതിന് മുമ്പ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് നെയിം ചെയ്തില്ലല്ലോ, സോറി. അത് കൊബാൾട്ട് തന്നെയാണ്, കാറ്റോണിക് പാർട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് നെയിം ചെയ്യുന്നത്. കൊബാൾട്ട് 3. ഇനി എന്താ Cl3 എന്ന് പറയുമ്പോൾ ട്രൈ ക്ലോറൈഡ് എന്നൊന്നും പറഞ്ഞ് എഴുതി വെക്കല്. കൗണ്ടർ അയോണിനെ നമ്പർ നോക്കാറില്ല, വെറും ക്ലോറൈഡ് എന്ന് എഴുതാറുള്ളൂ. ക്ലോറൈഡ് കഴിഞ്ഞു. അതുകൊണ്ട് ഇത്രയും വലിയ പേരാ. ഒരു ടൈപ്പും കൂടെ ഉണ്ട്. ആ ടൈപ്പ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഐസോമറിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കയറാം. നമുക്ക് ഈ ചാപ്റ്റർ 3 വേഗത്തിൽ പോയേ പറ്റത്തുള്ളൂ. ഈ ചാപ്റ്റർ മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞ പോലെ, അതായത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ ചവറ് പോലെ കിടപ്പുണ്ട്. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അത്രയില്ല, എന്നാലും ഏകദേശം ഒക്കെ അത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോയാലേ പറ്റുള്ളൂ. അപ്പം അടുത്ത ഒരു കോമ്പൗണ്ടും കൂടെ എഴുതിക്കോ നോക്കിയോ. AgNH3 ട്വൈസ് സ്ക്വയർ ബ്രാക്കറ്റ്, വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, AgCN ട്വൈസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എന്തോ കോമ്പൗണ്ട് ആണ്. ഇതിനെ ഡബിൾ കോംപ്ലക്സ് എന്നാ പറയാ. അതായത് രണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നതിനാണ് ഡബിൾ കോർഡിനേഷൻ കോംപ്ലക്സുകൾ എന്ന് പറയാം. അതായത് ഇവിടുത്തെ ആനിയോണിക് പാർട്ടും കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്, കാറ്റിയോണിക് പാർട്ടും കോർഡിനേഷൻ കോംപ്ലക്സ് ഓക്കെ ആണല്ലോ, കോർഡിനേഷൻ സ്പിയർ ഉള്ളത്. അപ്പം ഇതിന്റെ വാലൻസി എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിന്റെ ചാർജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. അതായത് ഈ കോർഡിനേഷൻ സ്പിയറിന്റെ രണ്ടിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഇവിടെ 2+ ഇവിടെ 2- വരുവാണെങ്കിലും ഇവിടെ രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ ഇത് തന്നെ വരും. ഇവിടെ 3+ 3- വരുവാണെങ്കിലും ഇതേ ഫോർമുല തന്നെ വരും, ശരിയല്ലേ? കാരണം 3+ 3- വരുവാണെങ്കിൽ കട്ട് ചെയ്ത് പോകും. അതേപോലെ തന്നെ 1+ 1- വരുവാണെങ്കിലും അത് തന്നെ. അപ്പം ഇതിനകത്ത് ഏതാണ് ചാർജ് എന്നറിയാൻ വേണ്ടി ആദ്യം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എന്നല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാണെന്നറിയോ മനസ്സിലാക്കുന്നത്? അതായത് ഇവിടെ സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും +1 ആയിട്ട് എടുക്കാമല്ലോ, +1 ആയിട്ട് തന്നെ എടുക്കാം. അത് ഇവിടെ ഓൾറെഡി ഇത് NH3 ന്യൂട്രൽ മോളിക്യൂളാണ്. അപ്പം ഇവിടെ ഈ സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും, സോറി +2 ഒരു സെക്കൻഡ്, +1 അതായത് അങ്ങനെ തന്നെ ചിന്തിച്ചു നോക്കിയോ. അതായത് നമുക്ക് ഈ Agയുടെ ഓക്സിഡേഷൻ നമുക്കറിയാം, ഇത് ന്യൂട്രൽ മോളിക്യൂൾ അല്ലേ. എന്തായാലും നോക്കിയോ, ഞാൻ ഈ കോർഡിനേഷൻ സ്പിയർ ഇങ്ങോട്ടേക്ക് ഒന്ന് വരയ്ക്കാമേ. AgNH3 ട്വൈസ് സ്ക്വയർ ബ്രാക്കറ്റ്, ഇതിന്റെ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പം ഇതൊരു ന്യൂട്രൽ മോളിക്യൂൾ ആണല്ലോ. ഇതൊരു ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ ഈ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് ആരുടെ ചാർജ് ആയിരിക്കും? ഈ Agയുടെ ചാർജ് തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തെ താഴെ നമ്പർ ഒന്നും വന്നിട്ടില്ല, 2ഓ 3ഓ ഒന്നും ഈ സൈഡിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താ, ഇവിടത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. കാരണം അല്ലെങ്കിൽ എന്താ, ഇവിടത്തെ 2 ആയിരുന്നെങ്കിൽ എവിടെ വന്നേനെ, ഇവിടെ ഒരു 2 വന്നേനെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലേ, അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയോ, ഈ നെയിം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ നോക്കിയോ, ഇവിടെ ഇതും കോർഡിനേഷൻ സ്പിയർ ആണ്, ഇതും കോർഡിനേഷൻ സ്പിയർ ആണ്. കാറ്റോണിക് പാർട്ട് ഇതായതുകൊണ്ട് നമ്മൾ നെയിം ചെയ്യുമ്പോൾ ആദ്യം ഇതിനെ നെയിം ചെയ്യും. അപ്പൊ ഇതിനെ നെയിം ചെയ്യുന്ന സമയത്ത് ആദ്യം ലിഗാൻഡിനെ നെയിം ചെയ്യും. ലിഗാൻഡിന്റെ പേരെന്താ, അമോണിയാണ്, സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ്. അതുകൊണ്ട് തന്നെ അവനെ രണ്ടെണ്ണം ഉണ്ട്, ഡൈ അമൈൻ എന്ന് പറയും. ഡൈ അമൈൻ. ഇനി കോർഡിനേഷൻ സ്പിയർ കാറ്റോണിക് പാർട്ട് ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ നെയിം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എഴുതും, സിൽവർ. ഇനി ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, ഗസ് ചെയ്തതല്ല, നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത് ന്യൂട്രൽ ആണ്. അപ്പം ഈ Agയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഈ
കോർഡിനേഷൻ സ്ഫിയറിന് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ വേറെ നമ്പർ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ഇതെന്താ, ഇത് 1+ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മളങ്ങ് എന്ത് ചെയ്തു, ആ രീതിയിൽ ഗസ് ചെയ്തു. ഓക്കെ, 1 കൊടുത്തു, അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത എന്താ, കാറ്റോണിക് പാർട്ട് കഴിഞ്ഞ് ഇനി ആനിയോണിക് പാർട്ട് വരുമ്പോൾ ആദ്യം ലിഗാൻഡ് ആണ്. അപ്പോൾ ഡൈസയനിഡോ എന്താണ്, കോർഡിനേഷൻ സ്ഫിയർ കാറ്റോണിക് പാർട്ട് ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ നെയിം ചെയ്യുമ്പോൾ ലാറ്റിൻ നെയിം ഇട്ടിട്ട് AT ഇടണം. അപ്പൊ അർജന്റേറ്റ്. അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതായിരിക്കും എന്റെ പേര്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഓക്കെ, ഇത് നമുക്ക് നെയിമിംഗ് ഇനി ഫർദർ കുറച്ചുകൂടി നെയിമിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു 30 നെയിമിംഗ് ഉണ്ട്, അത് ഞാൻ പഠിപ്പിക്കാം. ഞാനിപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നെയിമിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെയാണ് അത് നെയിം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഐസോമെറിസം ഹെഡിങ് എഴുതുക. അതായത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഐസോമെറിസം ഉള്ള പോലെ തന്നെ ഇവിടെയും സ്ട്രക്ചറൽ ഐസോമെറിസം, സ്റ്റീരിയോ ഐസോമെറിസം, ജോമെട്രിക്കൽ ഐസോമെറിസം എന്നൊക്കെ പറഞ്ഞ കുറെ കൺസെപ്റ്റുകൾ ഇവിടെയും പഠിക്കാനുണ്ട്. അപ്പോൾ എഴുതിക്കോളൂ ഐസോമെറിസം. Isomerism, the phenomenon of having same chemical formula, same molecular formula എന്ന് എഴുതിക്കും. same അത് തന്നെ പഠിക്കാം അവിടത്തെ same molecular formula but different arrangement of atoms which results in one or more different physical or chemical properties. അതായത് അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആയിരിക്കും. ആ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ഫിസിക്കലോ കെമിക്കൽ പ്രോപ്പർട്ടീസിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. there are two types of isomerism. അത് വേണമെങ്കിൽ ഇങ്ങനെ there are two types of isomerism. ഒന്നെന്ന് എഴുതിയിട്ട് സ്റ്റീരിയോ ഐസോമെറിസം, രണ്ട് സ്ട്രക്ചറൽ ഐസോമെറിസം. ഇനി ഇങ്ങനെ ഒരു ടേബിൾ പോലെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒന്ന് വരച്ചേരെ.
ഞാനിത് വരച്ചാൽ മതിയേ, കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാമല്ലോ. നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിക്കുവാണ്. ഒന്ന് സ്റ്റീരിയോ ഐസോമെറിസം, സ്റ്റീരിയോ ഐസോമെറിസം, അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഐസോമെറിസം. ഓക്കെ, ഇനി അതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്ന് ജിയോമെട്രിക് ഐസോമെറിസവും അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമെറിസം. ഈ ജോമെട്രിക്കൽ ഐസോമെറിസം വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. സിസ്ട്രാൻസ് ഐസോമെറിസവും അതേപോലെ തന്നെ ഫേഷ്യൽ മെറിഡിയോണൽ ഐസോമെറിസം. അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഐസോമെറിസം. സ്ട്രക്ചറൽ ഐസോമെറിസത്തിനെ വീണ്ടും നാലായിട്ട് തിരിക്കാൻ പോവാണ്. അതിലൊന്ന് അയോണൈസേഷൻ ഐസോമെറിസം. അടുത്തത് ഹൈഡ്രേഷൻ ഐസോമെറിസം. അതേപോലെ തന്നെ അടുത്തത് ലിങ്കേജ് ഐസോമെറിസം. അടുത്തത് കോർഡിനേഷൻ ഐസോമെറിസം. വരച്ചുവാണ്. ഇത് നിങ്ങൾ എഴുതിയെടുത്തു. അതായത് ഇത് പഠിച്ചാൽ, ഈ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഐസോമെറിസം ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഫ്ലോ ചാർട്ടൊക്കെ പഠിപ്പിച്ചതാണോ അതോ ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാമായിരുന്നോ അറിയില്ല. ഫ്ലോ ചാർട്ട് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഏതൊക്കെ ഐസോമെറിസം ഉണ്ടെന്നും വിട്ടുപോയതും ആ ഓർഡറും പഠിച്ചാൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഓർത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും.
ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ ഇതുകൊണ്ട് അങ്ങ് നിർത്തുകയാണ്. നമുക്ക് ഇനിയിപ്പം തുടങ്ങണമെങ്കിൽ നമുക്ക് ശരിക്കും ഈ ജോമെട്രിക്കൽ ഐസോമർസ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അവിടെ സിസ്റ്റർ ഐസോമർസ് പറഞ്ഞു, അതിനകത്ത് തന്നെ കുറെ ടൈപ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേഷ്യലും, അതിനകത്തും ഫേഷ്യൽ മെറിഡിയൻ ഉണ്ടല്ലോ, അതിനകത്തും വരയ്ക്കാനൊക്കെ കുറച്ചുണ്ട്. പിന്നെ എന്തായാലും ഇത് പഠിപ്പിച്ച് തീരത്തില്ല. അടുത്ത ദിവസം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒറ്റ സെറ്റാണ്, അതായത് സിസ്റ്റർ ഐസോമർസും ഫേഷ്യൽ മെറിഡിയോണൽ അത് പഠിക്കുന്നു. അതേപോലെ ഈ 4 ടൈപ്പ് ഐസോമർസും പഠിക്കുന്നു. അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമർസും വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. അതായത് ഇത്രയും ഒറ്റ ടോപ്പിക്കായിട്ട് പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ പഠിക്കാം. അത് കഴിഞ്ഞ് വരുന്നൊരു ടോപ്പിക്കാണ്